ഇതൊക്കെ അമ്മയിൽ വെച്ചു എങ്ങനെ ചെയ്യണം എന്തോ. ചേട്ടോ നീ വന്നാടാ. ഞാൻ വന്നതല്ല, ഞാൻ അവിടെ തേൻ തിരുവി കഴിഞ്ഞപ്പോ അമ്മ എനിക്ക് ഇവിടെ പോസ്റ്റിംഗ് തന്നെയാണ്. എടി ശരിക്കും അമ്മയുടെ പ്ലാൻ എന്താണെന്ന് വല്ല മനസ്സിലാവണ്ട? ഒരു പിടിയില്ല. അമ്മയുടെ പ്ലാനൊക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒന്ന് ഹെൽപ്പ് ചെയ്യടാ മീൻ കട്ട് ചെയ്യാൻ. ഞാനാ? ഞാൻ ഇപ്പൊ അവിടെ പച്ചക്കറി വെട്ടിന്റെ ക്ഷീണത്തിലോട്ട് മാറിയിട്ടില്ല. അപ്പോഴാണ് ഇനി മീന് ട്രൈ ചെയ്ത് നോക്കാം, അത്ര പറയാൻ പറ്റൂ. പറ്റുന്നു, സിമ്പിളാണ്. നീ എന്തോ ട്രൈ ചെയ്യാൻ പറ്റുന്നു. അവിടെ നിന്നല്ലടാ, തിരിച്ചുപിടി. തിരിച്ച് എടാ വാലിപ്പുറത്ത് പിടി. എന്നിട്ട് ഇങ്ങോട്ട്. വേദന എടുക്കും. ചേട്ടാ ഞാൻ ചെയ്യട്ടെ, ചേട്ടൻ ഉണ്ടായി. കഷ്ടമായില്ലത്. അച്ഛൻ വന്നാ? എനിക്കറിയായിരുന്നു അമ്മ എന്നെ ഇവിടെ മീൻ വെട്ടാൻ വിട്ടപ്പോളെ അച്ഛൻ വരുമെന്ന്. സഹായിക്കേ. ബാക്കിയൊന്ന് ഫ്രിഡ്ജിൽ കിടന്ന് വൃത്തിയാക്കും. അല്ല അച്ഛൻ പോണോ അച്ഛാ? സഹായിക്കേ. ഇവിടെ വലിയ റെപ്യൂട്ടഡ് കമ്പനിയുടെ സൂപ്പർവൈസർ ഞാൻ മീൻ വെട്ടാനാടാ. പടാ അച്ഛാ. കൂട്ടും എല്ലാം റെഡി. ഇനി മീൻ വന്നാ മതി അല്ലടി. ഡി എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണേ? അതൊക്കെ ഉണ്ട്, പറയാം. മീൻ റെഡി. ഇതെന്താ ചേട്ടാ, ഞാൻ മീൻ മിക്സിയിൽ അടിച്ചാ? അത് കുഴപ്പമില്ല, അത് മതി, കുഴപ്പമൊന്നുമില്ല. മീൻപീര ഉണ്ടാക്കാൻ വേണല്ലേ? മീൻപീര ഉണ്ടാക്കാൻ പോണാ? മീൻപീരല്ലേ ഉണ്ടാക്കണേ? മീൻപീര അല്ലേ ഉണ്ടാക്കണേ? എടി മീൻപീരല്ലേ? മീൻപീരല്ലേ? എന്താ ഞാൻ ചോദിക്കണേ അതേപോലെ തിരിച്ചു പറയണത്? പിന്നെ ഞാൻ ചോദിക്കണ്ടേ? നിങ്ങളല്ലേ ഉണ്ടാക്കണത്, അപ്പൊ പിന്നെ ഞാൻ ചോദിക്കണ്ടേ? ഞാനാ? നിങ്ങൾ മീൻ വറുക്കേ പൊരിക്കേ കറി വെക്കേ എന്ത് വേണേലും ചെയ്തോ, ഉണ്ടാക്കിയാ മതി. ഞാനാ? അവിടെ നിക്ക്, എവിടെ പോണ്? ഇത് ഉണ്ടാക്കിയിട്ട് പോയാ മതി. ഇത് നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ജന്മത്ത് എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒന്നും കഴിക്കൂല. വിടില്ല, വിടാൻ പറ്റില്ല. വിടില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ വിട്. എന്റെ പൊന്നു നീലു, ഞാൻ കറി വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിച്ച് കൂട്ടാൻ കൊള്ളൂല. കൊള്ളൂല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല. ഇത് ഉച്ചയ്ക്ക് നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ല, പിന്നെ രാത്രിയെ ഫുഡ് കഴിക്കുള്ളൂ. അച്ഛ വാചകം നിർത്തിയിട്ട് പാചകം തുടങ്ങച്ചാ. ഞാൻ ഉണ്ടാക്കി കൊള്ളൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, കൊള്ളൂലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ രാത്രിയെ കഴിക്കുള്ളൂ. അമ്മ അത് കഷ്ടമാണ് കേട്ടാ, വിശക്കണ്. അച്ഛാ ഫുഡ് ഉണ്ടാക്കച്ചാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ കരിഞ്ഞു ഓടാ, എനിക്ക് പറ്റൂല. കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത് വച്ച ഇവൻ പുട്ടിന് മാവ് കഴിച്ചില്ലേ, അതുവരെ കൊളായി വെറുതെ എന്തിനു കൊളാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്നാ പോട്ടെ, വേണ്ട. വിഷ്ണു ഉണ്ടാക്കണ. ഞാനാ? എന്ത് ഇനി ഇങ്ങനെ ശിക്ഷിക്കല്ല അമ്മ, പ്ലീസ് അമ്മ. വിശക്കണമ്മ, വല്ല ഉണ്ടാക്കി താമ്മ. ഞാനേ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കാണ്. നിനക്കൊക്കെ അടുക്കള വന്ന് നമ്മൾ എന്തെങ്കിലും വെച്ചോളമ്പി മുന്നിൽ തന്നു കഴിയുമ്പോൾ ഒരു 100 കുറ്റമാണ്. നിന്റെയൊക്കെ കുറ്റവും കുറവും കേൾക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്താ നിന്റെയൊക്കെ അടിമകളാ? അല്ലമ്മ. ഉറക്കെ പറയടാ. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്താണ് അടുക്കളയിലെ പണിയെന്നും സ്ത്രീകൾ അടുക്കള അനുഭവിക്കുന്ന വിഷമം എന്താണെന്നും എല്ലാം കറക്റ്റാ മനസ്സിലായി. വിട്ടേക്ക്, പോട്ടെ പോയിക്കോടാ. അവരെ വിട്ട്. നിങ്ങൾക്ക് ദോശ പിടിക്കില്ലല്ലേ? ദോശ പിടിക്കാണ്ടായത് എന്നോട്ടാ നിങ്ങൾക്ക്? കുറെ കാലം കൊണ്ട് നിങ്ങൾ എന്റെ ദോശ പിടിക്കണില്ല എന്ന് പറയും. നിങ്ങൾ ഇവിടുന്ന് ജോലിക്ക് പോയിട്ട് പുറത്തുനിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴേ ഒരു 10-25 പ്രാവശ്യം എന്നോട് പറയുമല്ലോ, നീലു കട്ടൻ ചായ, നീലു പാൽ ചായ പറയാറുണ്ടല്ലോ, ഓർഡർ ഇടാറുണ്ടല്ലോ. ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എല്ലാ പണിയും കണ്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ ഈ വീട്ടിലെ കംപ്ലീറ്റ് പണിയും ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ടൻ ചായ കൊണ്ട് വരണത് 10-25 പ്രാവശ്യം. ഇനി കട്ടൻ ചായ ചോദിക്കോ? കട്ടൻ ചായ ചോദിക്കോ? കൈ തളർന്നുവേടാ. ഇനി മേല അടുക്കള വന്ന് ഇനി അടുക്കള വന്ന് എന്തെങ്കിലും ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരു പെണ്ണിന്റെ അടുത്ത് ഷോ കാണിക്കരുത് കേട്ടാ. പടവളം കുറ്റമ്പലയുടെ മോളിനടുത്താണ് കളി. പടവളം കുറ്റമ്പലയുടെ മോളെന്നെങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ